10 ചോദ്യങ്ങൾ നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 10 ചോദ്യങ്ങൾ കാണാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ട് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആൻസർ എത്രത്തോളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം എക്സ്പ്ലനേഷനിലേക്ക് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ചോദ്യം? എ ബി സി ഇവരുടെ ശരാശരി വയസ്സ് 40 ആണ്. എ ബി ഇവരുടെ ശരാശരി വയസ്സ് 49 ആയാൽ സിയുടെ വയസ്സ് എന്ത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് മാറ്റി ചോദിച്ചിരിക്കണം. നമ്മളത് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നത്തെ ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ് ഈ സാധനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച എങ്ങനെയായിരിക്കും? 3 പേരുടെ ശരാശരി വയസ്സ് 40 ആണ് എങ്കിൽ അതിൽ ഒരാൾ കൂടി വന്നാൽ അല്ലെങ്കിൽ ഒരാൾ പോയാൽ അതിൽ ശരാശരി വയസ്സ് ഇത്രയായിട്ട് മാറും എങ്കിൽ ആ പോയ ആളിന്റെ അല്ലെങ്കിൽ വന്ന ആളിന്റെ പ്രായം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന് പകരം 3 പേരുടെ പേര് പറഞ്ഞിരിക്കുന്നു. എയും ബിയും സിയും 3 പേരുണ്ട്. അവരുടെ ശരാശരി, അതായത് 3 പേരുടെ ശരാശരിയാണ് 40. ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ഒന്ന് മാറ്റാം. 3 പേരുടെ ശരാശരി 40. ഇനി അതിൽ 2 പേരുടെ എയും ബിയും 2 പേരുടെ ശരാശരി 49 ആണെങ്കിൽ മൂന്നാമത്തെ ആളിന്റെ പ്രായം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. 3 പേരുടെ ശരാശരി എത്രയാ? 40. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 പേരുടെ ശരാശരി 40 എങ്കിൽ 3 പേരുടെ തുക എന്തായിരിക്കും? 120 ആയിരിക്കും. 3 × 120 ശരാശരി ഇൻറ്റു എണ്ണം. ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എന്താ പറയുന്നത്? അടുത്ത് നോക്കിയേ. എ ബി 2 പേരുടെ ശരാശരി എത്ര? 49. അപ്പോൾ അതിൽ 2 പേരുടെ ശരാശരി 49, 2 പേരുടെ തുക 2 × 49 അതായത് 98 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിചയിക്കേണ്ടത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആ ഒരാൾ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ആളുകളുടെ എണ്ണം. 3 പേര് 2 പേര്. അപ്പൊ ഒന്ന് കുറയ്ക്കുമ്പോൾ 3 - 2 1. ഇവിടെ 120 - 98 എന്ന് പറയുന്നത് 22 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് മനസ്സിലാവുന്ന ഒരാളിന്റെ പ്രായം എത്രയാണ്? ആ ഒരാളുടെ പ്രായം 22 വയസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. അതിന് ക്വസ്റ്റിന്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറ്റി ചോദിച്ചിരിക്കുകയാണ് എന്നേ ഉള്ളൂ. ശരി, അടുത്ത ചോദ്യം പറയുന്നത് ഇൻറ്റു എന്ന് പറയുന്നത് പ്ലസിനെയും പ്ലസ് ഹരണത്തിനെയും മൈനസ് ഇൻറ്റുവിനെയും ഹരണം മൈനസിനെയും ഡിനോട്ട് ചെയ്താൽ എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ആദ്യം ആ നമ്പേഴ്സ് മാത്രം ഒന്ന് എടുത്ത് എഴുതാം. നമ്പേഴ്സ് മാത്രം, അതിനിടയ്ക്കുള്ള സിമ്പൽ നമുക്ക് എഴുതാതെ 6, ഇതിനടുത്ത് വരുന്നത് 4, then 5, then 2, then 1. നമുക്കിനി എല്ലാം പറക്കി വയ്ക്കാം. ഇൻറ്റു എന്ന് പറയുന്നത് എന്താ? ഇൻറ്റു എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ നമുക്ക് ആദ്യം പ്ലസ് കൊടുക്കാം. ഇൻറ്റുവിന് പകരം നമുക്ക് പ്ലസ് കൊടുത്തു. ഇനി അടുത്ത വരുന്നത് എന്താ? മൈനസ് ആണ്. മൈനസിന് പകരം എന്താ കൊടുക്കേണ്ടത്? ഇൻറ്റു ആണ്. ഇനി എന്താ വരുന്നത്? പ്ലസ് വരുന്നുണ്ട്. പ്ലസിന് പകരം ഡിവിഷനാണ് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത വരുന്നത് എന്താ? ഹരണമാണ് വരുന്നത്. ഹരണത്തിന് പകരം മൈനസ് ആണ് കൊടുക്കേണ്ടത്. എല്ലാം കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാം. ഏതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഹരണമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 6 + 4 × 5/2 എന്ന് എഴുതാം. നമുക്ക് അതാണ് കുറച്ചുകൂടി എളുപ്പം. 5/2. അതിന്റെ 2.5 എഴുതാം. 2.5 നിന്ന് ചെയ്യാം. 5ന്റെ പകുതി 2.5 എന്ന് എഴുതിയാലും ചെയ്യാം. എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നോക്കി, ഈ 2ഉം ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 6 പ്ലസ്, ഇനി ഗുണനമാ ചെയ്യേണ്ടത്. പ്ലസ് ഒന്നും ചെയ്തില്ല. ആദ്യം 6 + 2 8 എന്ന് എഴുതരുത്. നമ്മൾ എന്ത് ചെയ്യുക? 2 × 5 എത്രയാ? 10 - 1. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി നോക്കാം. 6 + 10 16. 16 - 1 15 എന്ന് നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ എളുപ്പമാണ്. ബോട്ട് മാസ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ചൈൽഡ് എന്ന് പറയുന്നത് GMOSL എന്ന് എഴുതാമെങ്കിൽ എഡ്ജസ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഇപ്പോഴത്തെയും പോലെ ചൈൽഡും GMOSL നമ്മുടെ റിലേഷൻ നമുക്ക് നോക്കാം. ചൈൽഡ്, അപ്പോൾ നമ്മുടെ വേർഡ് ചൈൽഡാണ്. ചൈൽഡ് GMOSL എന്താ റിലേഷൻ നമുക്ക് നോക്കാം. എന്താ? സി കഴിഞ്ഞ് നമ്മൾ എപ്പോഴും നോക്കുന്ന പോലെ സി കഴിഞ്ഞ് എത്രാമത്തെ ലെറ്ററാണ് ജി എന്ന് നമുക്ക് നോക്കാം. സി, ABCDEFG 4ാമത്തെ ലെറ്റർ. അപ്പൊ സിയോടൊപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് ശരിയാവും നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്തേക്ക് പോകാം. എപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ സിയോടൊപ്പം 4 കൂട്ടുമ്പോൾ ജി കിട്ടും. എച്ചിനോടൊപ്പം അപ്പോൾ HIJKL. അപ്പൊ 4ാമത്തത് L ആണ്. LM. അപ്പൊ എന്ത് വന്നു? HIJKLM. അപ്പൊ 5ാമത്തെ ലെറ്റർ ആണ് എം എന്ന് പറയുന്നത്. സോ ഇത് 5ാമത്തെ +5. അടുത്ത് നോക്കി, IJKLMNO. അപ്പോൾ 6ാമത്തെ ലെറ്റർ ആണ് നമുക്ക് O. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കാണും. 4 5 6. അടുത്ത 7ാമത്തെ ലെറ്റർ ആയിരിക്കും. നോക്കിയാൽ മതി. 7ാമത്തെ ലെറ്റർ ആണ്. ഡി കഴിഞ്ഞിട്ട് 8ാമത്തെ ലെറ്റർ ആണ് എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ. നമുക്ക് നോക്കാം. DEFGHIJKL 8ാമത്തെ ലെറ്റർ. അപ്പൊ 4 5 6 7 8. ഇതാണ് പ്രത്യേകത. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? എഡ്ജസിനെ നോക്കാം. നമുക്ക് എഡ്ജസ് നമുക്ക് എങ്ങനെ നോക്കാം? സിമ്പിൾ ആണ്. ഇനി ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ പ്രത്യേകത? ഇയോടൊപ്പം എന്ത് കൂട്ടുക? 4 കൂട്ടുക. ആദ്യം 4 കൂട്ടുക. അപ്പോൾ EFGHI. അപ്പോൾ 4 കൂട്ടുമ്പോൾ I.
ഡിയോടൊപ്പം 5 കൂട്ടുക. അപ്പോൾ ABCDEFGHI. സോ ഐ വീണ്ടും ഐ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം 4 കൂട്ടുക, പിന്നെ എന്ത് അടുത്തതിൽ 5 കൂട്ടുക. ദെൻ ജിയോടൊപ്പം നമ്മൾ വീണ്ടും കൂട്ടുകയാണ്. ജിയോടൊപ്പം എത്ര 6 കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം GHIJKLM. അപ്പോൾ എം എന്ന് വരും. ദെൻ ഇ എന്ന് പറയുന്നത് ഇയോടൊപ്പം 7 കൂട്ടേണ്ടത്. സോ EFGHIJKL. അപ്പോൾ എൽ എന്ന് വരും. ദെൻ എസിനോടൊപ്പം കൂട്ടേണ്ടത് 8 കൂട്ടേണ്ടത്. 8 ലെറ്റർ കൂട്ടണം. അപ്പോൾ PQRSTUVWXYZ പിന്നെ എ. അപ്പോൾ 8ാം ലെറ്റർ എന്തായിരിക്കും? എ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഒരു പാറ്റേൺ നോക്കുക, അതുപോലെ അടുത്ത ചോദ്യങ്ങളും കൂടെ ചെയ്യാം. 4ാമത്തെ ചോദ്യം, 500നും 1000നും ഇടയിൽ 9ന്റെ ഗുണിതങ്ങൾ എത്ര? കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ട ചോദ്യം തന്നെയാണ്. ചെയ്യാനുള്ള എളുപ്പവഴിയൊക്കെ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? 500നെ ആദ്യം 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 500 നമ്മൾ എന്ത് ചെയ്യാണ്? 9 കൊണ്ട് ഹരിക്കാം. 500 / 9. അപ്പോൾ നമുക്ക് എന്ത് വരും? 6 5 9 45. ദെൻ ബാലൻസ് 5. ദെൻ 0 5 9 45. സോ ബാലൻസ് നോക്കുക. ബാലൻസ് 0 വരാൻ പാടില്ല. 0 വന്നിട്ടില്ല. സോ മുകളിൽ നമുക്ക് കിട്ടിയത് 55. അപ്പോൾ നമുക്ക് അതായി 55 കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? 1000നെ 9 കൊണ്ട് ഗുണിക്കുക. സോറി 1000നെ 9 കൊണ്ട് ഹരിക്കുക. 1000 / 9. 1 9 9. ബാലൻസ് 1 10. 1 9 9. വീണ്ടും ബാലൻസ് 1 10. 1 9 9. ബാലൻസ് 1. 0 വന്നില്ല. സോ നമുക്ക് വരുന്നത് 111. ഇവിടത്തേക്ക് വന്നു. ഇവിടെ 55. 111 മൈനസ് 55. 15 5 കുറച്ചാൽ നമുക്ക് 6 കിട്ടും. ഇവിടെ 10 ഉള്ളൂ. 15 കുറച്ചാൽ നമുക്ക് 5 കിട്ടും. സോ 56 ആണ് എന്ന് പറയുന്നത്. ഈ പറയുന്ന 500നും 1000നും 9ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 56 എണ്ണമായിരിക്കും. എളുപ്പമാണ്. നമ്മൾ പെട്ടെന്ന് പറയാനുള്ള കാര്യം ഫസ്റ്റ് ഡേ 1ലും ഡേ 2ലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും അതിന് വേണ്ടി കളയേണ്ടതില്ല. സോ അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 15. 20 32 വയസ്സുള്ള 2 അംഗങ്ങൾ കൂടി വന്നു. പ്രസ്താവനകളിൽ ശരിയായത്. അപ്പോൾ പ്രസ്താവന ചോദ്യമാണ്. അടുത്ത വരുന്ന ഒരു പ്രസ്താവന ചോദ്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ PSC ഫോളോ ചെയ്ത് വരുന്ന ഒരു ചോദ്യം പാറ്റേൺ ആണത്. അപ്പോൾ നമുക്ക് അതുകൂടി നോക്കാം. എന്താണ്? ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പലരും പേടിയോടുകൂടി പറയുന്നുണ്ട്, ഒരു ഭീതിയോടുകൂടി പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അയ്യോ ഇപ്പം മുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. അതിന് പേടിക്കാനൊന്നുമില്ല. മാത്സിനെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ എന്താണോ ക്വസ്റ്റ്യൻ വായിച്ചത്, നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യുക അതങ്ങ് ചെയ്തു നോക്കുക. ചെയ്തതിന് ശേഷം മാത്രം ഈ 1 2 തെറ്റ് 2 ശരി 3 തെറ്റ് അതിലേക്ക് നോക്കുക. അല്ലാണ്ട് വെറുതെ നമ്മൾ ഈ 1 ശരി 2 തെറ്റൊക്കെ ആദ്യമേ കയറി വായിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ആദ്യം ആ 2 സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കുക. എന്നിട്ട് ശരിയും തെറ്റും ഒന്ന് നിശ്ചയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 15. അപ്പോൾ ഒരു 20 കുട്ടികളുടെ ക്ലാസ്സിലുണ്ട്. അവരുടെ ശരാശരി വയസ്സ് 15 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 20 കുട്ടികളുടെ ശരാശരി 15 ആണെങ്കിൽ 20 കുട്ടികളുടെ തുക എന്തായിരിക്കും? 20 × 15. സോ 15 കൊണ്ട് 2 30 300. തുക എന്ന് പറയുന്നത് 300 ആണ്. അവിടെ ഇരിക്കട്ടെ. ഇനി എന്താ പറയുന്നത്? 20ഉം 32ഉം വയസ്സുള്ള 2 അംഗങ്ങൾ കൂടി വന്നു. അപ്പോൾ ഈ 2 പേര് വന്നു. അപ്പോൾ അവരുടെ വയസ്സ് എത്ര? ഒരാൾക്ക് 20ഉം ഒരാൾക്ക് 32. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം 20 ആയിരുന്നത് എത്രയായിട്ട് മാറി? 22 ആയിട്ട് മാറി. അപ്പോൾ 22 പേര് വന്നു. 22 പേര് വന്നു. അപ്പോൾ ഇത് അംഗങ്ങളുടെ എണ്ണമാണ്. ക്ലാസ്സിലുള്ള അംഗങ്ങളുടെ എണ്ണമാണ്. ഇത് ശരാശരിയാണ്. ഇത് തുകയാണ്. അപ്പോൾ 2 പേര് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ വയസ്സ് പറയുന്നുണ്ട് 20ഉം 32ഉം ആണ്. അപ്പോൾ 20 32 ഉണ്ടെങ്കിൽ തുകയിലുണ്ടാകുന്ന വ്യത്യാസം എത്രയായിരിക്കും? ആകെ 52 ആയിരിക്കും 2 പേരുടെയും കൂടെ തുക. 2 പേരുടെയും കൂടെ വയസ്സ് 52. അപ്പോൾ ആകെ നേരത്തെ എത്ര ഉണ്ടായിരുന്നോ അതിൽ 52 കൂടി കൂടും. അതായത് 352 ആയിരിക്കും ഇപ്പോൾ തുക. നമുക്ക് ശരാശരി അറിയില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ 22 പേര് വന്നു. അപ്പോൾ 2 പേര് കൂടി അധികം വന്നു. അപ്പോൾ അവരുടെ ആകെ വയസ്സ് എത്രയാണ്? 52 ആണ് വയസ്സ്. 2 കൂടെ 52 വയസ്സാണ്. അപ്പോൾ നേരത്തെ 300 ആയിരുന്നു തുക. ഇപ്പോൾ 52 കൂടി കൂടും. കാര്യം വന്ന ആൾക്കാരുടെ പ്രായം 52 വയസ്സ് കൂടുതലാണ്. അപ്പോൾ 352 ഇപ്പോഴത്തെ തുക എന്ന് പറയുന്നത്. നമുക്കിനി ഇതാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. 22 കുട്ടികളുടെ ആകെ വയസ്സ് 382. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ശരിയാണ്. 22 കുട്ടികളുടെ ആകെ വയസ്സ്. നമ്മൾ ഇത് നോക്കി ചെയ്തൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യമേ ചെയ്തു 22 കുട്ടികളുടെ ആകെ വയസ്സ് 382. അത് ട്രൂ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഇനി പുതിയ ശരാശരി 16. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പുതിയ ശരാശരി. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? എണ്ണം അറിയാം, തുക അറിയാം. ശരാശരി എന്ന് പറഞ്ഞാൽ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഭാഗം എണ്ണം. അപ്പോൾ പുതിയ ശരാശരി തുക ഭാഗം എണ്ണം. തുക എത്രയാ? 352 ബൈ എണ്ണം എത്രയാ? 22. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. നമ്മൾ വേറെ ഒന്നും നോക്കാം. നമ്മൾ ഹരിക്കുകയാണ്, അത് കണ്ടുപിടിക്കുകയാണ്. അവരുടെ ആൻസർ എന്തോ ആയിക്കോട്ടെ.
നമ്മൾ ഹരിക്കുകയാണ്. നമ്മൾ ഹരിച്ച് കൃത്യമായ ആൻസർ കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് 2 കൊണ്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 11 വരും. ഇനി എന്ത് ഇവിടെ 2 2 15 7 2 14, ബാക്കി 12 6 2 12. നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്യാം. 17 1 11 11, 66 6 11 66. സോ 16 കിട്ടി. പുതിയ ശരാശരി എത്രയാ? പുതിയ ശരാശരി 16. ഇനി ആൻസറിലേക്ക് നോക്കാം. പുതിയ ശരാശരി 16. ഇനി നമ്മൾ താഴെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് പറയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, 2 ശരി. അപ്പോൾ 1 2 ശരിയാണ് നമ്മുടെ ആൻസർ. ഏതാ 1 2 ശരി? 1 2 ഇവ ശരി. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഒരു പ്രസ്താവന ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പ്രസ്താവന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും കളയാനൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, നമ്മുടെ 2 സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കുക, അതിന്റെ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ മനസ്സിലാവും. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 2 3 8 63. ഒരു പ്രത്യേക രീതിയിലുള്ള പാറ്റേൺ. 2 3 then 8 63. ഒരു നല്ല ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത, എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2 3 8 63 ഇത് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോക്കാം. ഈ ടേം സെക്കൻഡ് ടേം കിട്ടിയിരിക്കുന്നത്, അതായത് 3 എന്ന് പറഞ്ഞ ടേം കിട്ടിയിരിക്കുന്നത് 2ന്റെ തൊട്ട് മുമ്പിലുള്ള സ്ക്വയറിന്റെ -1 ആണ്. 2 സ്ക്വയർ -1, അതായത് 4 -1 3. ഈ നമ്പർ കിട്ടിയിരിക്കുന്നത്, ഈ നമ്പർ എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ സ്ക്വയർ -1. അപ്പൊ ഇത് ഈ നമ്പർ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ സ്ക്വയർ, അതായത് 8 കിട്ടിയിരിക്കുന്നത് 3ന്റെ സ്ക്വയർ -1, അതായത് 9 -1 8 ആണ്. ഇവിടെ 3 ആണ്. അപ്പൊ ഒരു പാറ്റേൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ നമ്പർ കിട്ടുന്നത്, ഒരു നമ്പർ കിട്ടുന്നത് തൊട്ട് മുമ്പിലുള്ള നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 3 കിട്ടുന്നത് എങ്ങനെയാ? 2ന്റെ സ്ക്വയർ -1. ഇനി 8 കിട്ടുന്നത് എങ്ങനെയാ? 3ന്റെ സ്ക്വയർ -1. ഇനി ഈ 63നോട് ശരിയാവും നോക്കാം നമുക്ക്. 63 എങ്ങനെ കിട്ടും? ഈ തൊട്ട് മുമ്പിലുള്ള സംഖ്യ 8ന്റെ സ്ക്വയർ -1, അത് 64 -1, അതായത് 63. അതും ശരിയാണ്. എങ്കിൽ അടുത്ത നമ്പറിന്റെ കിട്ടുന്നത് എന്തായിരിക്കും? ഈ നമ്പർ കിട്ടുന്നത് ഈ നമ്പറിന്റെ സ്ക്വയർ -, സോ 63ന്റെ സ്ക്വയർ -1. അത് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. 63ന്റെ സ്ക്വയർ. അപ്പോൾ 63 × 63, 3 3 9, 3 6 18, 18, then 3 6 18, 1 ബാലൻസ്, 6 6 36, 1 37. സോ 9 16 7 8 9, then 3. അപ്പോൾ 3 9 6 9, 3 9 6 9 -1, അതായത് 3 9 6 8. ഇതായിരിക്കും ഇവിടെ വരുന്നത്. 3 9 6 8. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്ത, നമ്മൾ ഇതുപോലത്തെ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 6 ചോദ്യങ്ങൾ കഴിഞ്ഞു. അവസാനത്തെ 4 ചോദ്യങ്ങളിലേക്ക്. 7ാമത്തെ ചോദ്യം വീണ്ടും ഒരു പ്രസ്താവന ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. 7ാമത്തെ ചോദ്യം. 180 രൂപയ്ക്ക് ഒരു ബുക്ക് വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. ശരിയായ പ്രസ്താവന ഏത്? വാങ്ങിയ വില 200. ഇപ്പൊ നമുക്ക് വാങ്ങിയ വില കണ്ടെത്താം. 2 പ്രസ്താവന നമുക്ക് ശരിയാണെന്ന് നോക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 180 രൂപയ്ക്ക് ഒരു വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. വാങ്ങിയ വില നമുക്ക് നമ്മുടെ ഫോർമുല നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോഡ്. എന്താണ്? VV വാവി 100ൽ 100p, 100 + p. ഇവിടെ നഷ്ടമാണ്, സോ 100 - L. ഇതാണ് നമ്മുടെ സംഗതി. ശരി, നോക്കാം. 180 രൂപയ്ക്ക് ഒരു ബുക്ക് വിറ്റപ്പോൾ, അപ്പൊ വിറ്റ വിലയാണ് 180 രൂപ. വാങ്ങിയ വില നമുക്ക് അറിയില്ല. വാങ്ങിയ വില ഇൻറ്റു 100ൽ 100 - L. ലോസ്, നഷ്ടം എത്രയാ? 10. അപ്പൊ 100 - 10 എത്രയാണ്? 90. നമ്മൾ പഠിച്ച കോഡാണ്. VV വാവി 100ൽ 100p. ഇവിടെ p അല്ല, ലോസ് ആയതുകൊണ്ട് L കൊടുത്തു. അത്രേ ഉള്ളൂ. നമുക്കിനി വാങ്ങിയ വില കണ്ടെത്തണം. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് 90നെ 100നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിൽ നമ്മുടെ വാങ്ങിയ വില അവിടെ കിടക്കും. ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? 180 ഉണ്ട്. ദെൻ ഈ താഴെയുള്ള 100 മുകളിലേക്കും മുകളിലുള്ള 90 താഴേക്കും പോകും. വേറെ ഒന്നും ചിന്തിക്കേണ്ട. 90/100 അപ്പുറത്ത് കൊണ്ടുപോകും. 100/90 ആവും. തിരിഞ്ഞ് വരും എന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ഈ ഒരു 0യും ഈ ഒരു 0യും ക്യാൻസൽ ചെയ്യാം. 9ഉം 18ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 9 18. 2 × 100 200 രൂപ. സോ വാങ്ങിയ വില എന്ന് പറയുന്നത് 200 രൂപ. ഫസ്റ്റ് കേസ് മനസ്സിലായി. അത് ട്രൂ ആണ്, ശരിയാണ് എന്ന് കിട്ടി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ നോക്കാം. 10% ലാഭം കിട്ടാൻ 280 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓർത്താൽ മതി. 180 രൂപയ്ക്ക് വിറ്റ ഒരു സാധനം 10%, അല്ലെങ്കിൽ 180 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% ലോസ് ഉണ്ടായി എങ്കിൽ 10% പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇങ്ങനെ ചോദ്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. 180 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% ലോസ്, നഷ്ടമുണ്ടായി. 100% പ്രോഫിറ്റ് ഉണ്ടാവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പൊ അത് കണ്ടുപിടിക്കുന്ന പരിപാടിയുണ്ട്. അതിങ്ങനെയാണ്. എത്ര രൂപയ്ക്കാണോ നമ്മൾ വിറ്റത്? 180 രൂപയ്ക്ക് ഇൻറ്റു
ഇപ്പോൾ ഈ ബ്രാക്കറ്റാണ് സാധനം കൊടുക്കുന്നത്, കുഴപ്പമില്ല, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. 180 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് ബൈ 100 മൈനസ് ലോസ്. ഇത്രേ ഉള്ളൂ. ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്, എങ്കിലും സാരമില്ല, നമുക്ക് മനസ്സിലാൻ വേണ്ടി 180 വിറ്റ വില, ഇപ്പോൾ വിറ്റ വില. അപ്പോൾ 180 ഒരു ബുക്ക് വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് 10% നഷ്ടമുണ്ടായി, 10% ലാഭം ഉണ്ടാവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ നമുക്ക് നോക്കാം. അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന സാധനം. എത്ര രൂപയ്ക്ക് വിൽക്കണം? 180 ഇൻറ്റു 100 പ്ലസ് പി, അതായത് 100 പ്ലസ് 10 110, 100 മൈനസ് എൽ 100 മൈനസ് 90. സോ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. ഇതാ 2 കിട്ടി. 2 ഇൻറ്റു 110 220 സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? 250 രൂപയ്ക്ക് വിൽക്കണം. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ 220. ഈ ഒരു കാര്യം പഠിച്ചു വെച്ചോണം കേട്ടോ. സോ നമുക്കിത് ക്യാൻസൽ, ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് ഏതാ ശരി? 1 ശരി 2 തെറ്റ്. അതാണ് കാര്യം. 1 ശരി 2 തെറ്റ്. സി ആണ് ഓപ്ഷൻ. 1 ശരി 2 തെറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 7 ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സിമ്പിൾ ആണ്. ഇനി 8ാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ ഗുണനഫലം 28, ഉസാഖ 2, ലസാഗു എന്ത്? അപ്പോൾ LCM HCF ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എളുപ്പമാണ് ചെയ്യാൻ. 2 സംഖ്യകളുടെ ഗുണനഫലം. ഇപ്പോൾ 2 സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ, 2 സംഖ്യകൾ എയും ബിയും ആണെന്ന് ഇരിക്കട്ടെ, ആ സംഖ്യകളുടെ ഗുണനഫലം, അതായത് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് അവയുടെ LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ 2 സംഖ്യകളുടെ ഗുണനഫലം അവയുടെ LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ സംഖ്യകൾ എയും ബി ആണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് LCM ഇൻറ്റു HCF തുല്യമായിരിക്കും. നോക്കാം നമുക്ക്. എ ഇൻറ്റു ബി, അതായത് സംഖ്യകളുടെ ഗുണനഫലം. ഇവിടെ സെപ്പറേറ്റ് സംഖ്യകൾ, ചില ചോദ്യങ്ങളിലേക്ക് 2 സംഖ്യകൾ സെപ്പറേറ്റ് തരും, എയും ബിയും സെപ്പറേറ്റ് തരും. ഇവിടെ അങ്ങനെയല്ല, എയും ബിയും സെപ്പറേറ്റ് തന്നിട്ടില്ല. പകരം 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞിരിക്കുകയാണ് 28. അപ്പോൾ ഇതാണ് ആ സംഖ്യകളുടെ ഗുണനഫലം. എത്രയാണ്? 28. ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? ഉസാഖ തന്നിട്ടുണ്ട്, അതായത് HCF തന്നിട്ടുണ്ട്, ലസാഗു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ LCM എന്തായാലും LCM ഇൻറ്റു HCF 2 തന്നിട്ടുണ്ട്. ഇനി ഗുണിച്ചിരിക്കുന്ന 2 എവിടെയാണ് കൊണ്ടുവരാൻ നമുക്ക്? അതായത് 28/2 സമം LCM. അപ്പോൾ 28/2 പറഞ്ഞാൽ 14. സോ LCM എത്രയാണ്? LCM എന്ന് പറയുന്നത് 14 ആണ്. എളുപ്പമാണ് ആ ഒരു ചോദ്യം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ചോദ്യം ചെയ്തത്. ഇനി ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇത് ഒരുപാട് റൂട്ടുകളുള്ള ചോദ്യം. നമ്മൾ ഏറ്റവും, അപ്പോൾ നമ്മളിത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഏറ്റവും ഉള്ളിൽ നിന്ന് നമ്മൾ തുടങ്ങും. ഏറ്റവും ഉള്ളിൽ നിന്ന് തുടങ്ങും. ദാ ഇവിടെ തുടങ്ങും. ഏറ്റവും ഉള്ളിൽ 1 അവിടെ തുടങ്ങും. റൂട്ട് ഓഫ് 1 നമുക്ക് ഇവിടെ തന്നെ ചെയ്തങ്ങ് പോവാം. ഞാൻ ഇതിൽ തന്നെ ചെയ്തു വരാണ്. റൂട്ട് 1, അല്ലെങ്കിൽ നമുക്ക് എഴുതി ചെയ്യുകയും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാം? ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് തന്നെ ചെയ്യാൻ പറ്റും. റൂട്ട് 1 പറഞ്ഞാൽ 1 ആണ്. ആ 1 പ്ലസ് 3 4 ആണ്. റൂട്ട് ഓഫ് 4 2 ആണ്. 2 പ്ലസ് 7 9 ആണ്. 9ന്റെ റൂട്ട് വീണ്ടും 9 റൂട്ട് 3 ആണ്. 3 പ്ലസ് 13 16 ആണ്. റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ്. 4ഉം 21ഉം 25 ആണ്. റൂട്ട് 25 5 ആണ്. 5ഉം 31ഉം 36 ആണ്. റൂട്ട് 36 6 ആണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നമ്മൾ ചിന്തിച്ച് നോക്കുന്നതാണ്. ഓരോന്നിനും കൊടുത്ത് വരികയാണ്. ഇനി നമുക്ക് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് മൊത്തം നമ്മൾ എഴുതേണ്ടി വരും. നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് 31 പ്ലസ് റൂട്ട് ഓഫ് 21 പ്ലസ് റൂട്ട് ഓഫ് 13 പ്ലസ് റൂട്ട് ഓഫ് 7 പ്ലസ് റൂട്ട് ഓഫ് 3 പ്ലസ് 1. കാര്യം എന്താ? റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3, റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 3 പ്ലസ് 1. അപ്പോൾ അതായത് റൂട്ട് ഓഫ് 31 പ്ലസ് റൂട്ട് ഓഫ് 21 പ്ലസ് റൂട്ട് ഓഫ് 13 പ്ലസ് റൂട്ട് ഓഫ് 7 പ്ലസ് റൂട്ട് ഓഫ് 3 പ്ലസ് 1 4. റൂട്ട് ഓഫ് 4 അതായത് 2. അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് ഓഫ് 31 പ്ലസ് റൂട്ട് ഓഫ് 21 പ്ലസ് റൂട്ട് ഓഫ് 13 പ്ലസ് റൂട്ട് ഓഫ് 7 പ്ലസ് 2 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3. ബാക്കി റൂട്ട് ഓഫ് 31 പ്ലസ് റൂട്ട് ഓഫ് 21 പ്ലസ് റൂട്ട് ഓഫ് 13 പ്ലസ് 3 16. 16 റൂട്ട് എത്രയാ? 16 റൂട്ട് 4. 13 പ്ലസ് 13 16. റൂട്ട് 16 4. അതുപോലെ എഴുതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 31 പ്ലസ് റൂട്ട് ഓഫ് 25ന്റെ റൂട്ട്, അതായത് 21 പ്ലസ് 4 25. 25ന്റെ റൂട്ട് 5. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 31 പ്ലസ് 5 റൂട്ട് ഓഫ് 36. 31 5 36. റൂട്ട് ഓഫ് 36 സമം 6. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതുന്ന സമയം നമുക്ക് വേസ്റ്റ് ആവും. അതിനേക്കാളും ബെറ്റർ ഇതാണ്. റൂട്ട് ഓഫ് 1 1, 1 3 4. റൂട്ട് ഓഫ് 4 2, 2 7 9. 9ന്റെ റൂട്ട് 3, 3ഉം 13ഉം 16. റൂട്ട് ഓഫ് 16 4, 4 21 25. റൂട്ട് ഓഫ് 25 5, 5ഉം 31 36. റൂട്ട് ഓഫ് 36 6. അങ്ങനെ ചിന്തിച്ചാൽ കുറച്ചുകൂടി എളുപ്പം ആയിരിക്കും എന്ന് തോന്നുന്നു. ശരി, അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ് നമുക്ക് പറയേണ്ടത്. ആ 10ാമത്തെ ചോദ്യം എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. 90 km/h വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റിൽ എത്ര ദൂരം ഓടും എന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ?
90 കിലോമീറ്റർ പെർ അവർ, അതായത് പെർ അവർ, ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ ഓടും. സോ 1 അവറിൽ, ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? 90 കിലോമീറ്റർ ഓടും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ഓടും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 മിനിറ്റ് ആണ്. സോ 60 മിനിറ്റിൽ എത്ര കിലോമീറ്റർ ഓടുന്ന പറയുന്നത്? 90 കിലോമീറ്റർ ഓടുന്ന പറയുന്നത്. അപ്പോൾ 1 അവറിൽ 90 കിലോമീറ്റർ. സോ ഒരു അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആയതുകൊണ്ട് 60 മിനിറ്റിൽ 90 കിലോമീറ്റർ ഓടും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ, സോ ഒരു മിനിറ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ 60 കൊണ്ട് ഹരിക്കാം. ഒരു മിനിറ്റ് ആക്കാൻ 60/61, ഇവിടെയും 60 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ മാത്രം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 60 മിനിറ്റിനെ ഒരു മിനിറ്റ് ആക്കാൻ നമ്മൾ 60 കൊണ്ട് ഹരിക്കും. ദെൻ അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹരിച്ചാൽ റൈറ്റ് സൈഡിൽ ഹരിക്കണം. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ കൃത്യമായിട്ടും ചോദിക്കുക, കമന്റ് ചെയ്ത് എന്താ അതിന്റെ ഐഡിയ എന്ന് ക്ലിയർ ആയില്ലെങ്കിൽ പറയാൻ നമുക്ക് ചെയ്യാം. സോ 60 മിനിറ്റിനെ ഒരു മിനിറ്റ് ആകാൻ, കാര്യം നമുക്ക് 1 മിനിറ്റ് ആണ് ആവശ്യം. 1 മിനിറ്റ് എത്ര നമുക്ക് അറിയണ്ടേ? 1 മിനിറ്റ് ആക്കാൻ വേണ്ടി ഞാൻ 60 കൊണ്ട് ഹരിച്ചു. ഇവിടെ മാത്രം ഹരിക്കാൻ പറ്റില്ല, അവിടെയും ഞാൻ ഹരിച്ചു. ഇവിടെ എന്താവും? 60/60 1 മിനിറ്റ്. ഇവിടെയാണെങ്കിലോ ഇവിടെ ക്യാൻസൽ ആയി പോയി. 9/6. 9/6 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എന്താണ്? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യും, സോറി 3 കൊണ്ട് ക്യാൻസൽ ചെയ്യും. 3 3 9, 2 3 6. 3/2, അതായത് 1.5 കിലോമീറ്റർ. 3/2 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതി, 1.5 കിലോമീറ്റർ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യും? 1.5 കിലോമീറ്റർ യാത്ര ചെയ്യും. എളുപ്പമാണ്, സാധാരണഗതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ 2 പ്രസ്താവന ചോദ്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നുള്ളതിന് പകരം മറ്റൊരു വ്യത്യസ്തമായ ചോദ്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക ഒരു ചോദ്യമാണ് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയത്. ബാക്കിയെല്ലാം നമ്മൾ പരിചയമുള്ള ചോദ്യം. ഇത് പാറ്റേൺ ജസ്റ്റ് ഒന്ന് മാറ്റി, ആ ക്വസ്റ്റിന്റെ പാറ്റേൺ സ്റ്റൈൽ ഒന്ന് മാറ്റി മാത്രം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം വളരെ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തിരുന്നു, ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയുള്ള നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു 10th ലെവലിൽ നിന്നുള്ള ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ഈസി ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് 10th ലെവൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ടാണ് ഒരുപാട് ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യുക. പറഞ്ഞതുപോലെ സമയങ്ങൾ കൂടി പറയാൻ പറ്റുമുള്ളത് കൂടി, എത്ര സമയം എടുത്തു എന്ന് കൂടി ട്രൈ ചെയ്യാൻ പറ്റും, അതുകൂടി നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ആൻസറുകൾ, അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതിന്റെ ആൻസറുകൾ നിങ്ങൾ വീഡിയോ കാണാതെ തന്നെ, വീഡിയോ വെറുതെ കണ്ട് സമയം കളയാതെ തന്നെ നിങ്ങൾ ഇതിന്റെ ഈ 10 ക്വസ്റ്റിന്റെ ആൻസറുകൾ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചിലരൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെ കമന്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിരുന്നു, നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്യാൻ ഈസി ആയിരുന്നു, വീഡിയോ കണ്ട് സമയം കളയേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കമന്റ് ചെയ്തിട്ടുണ്ട്, അത് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസറിലേക്ക് പോയി അവിടെ ആൻസർ ചെക്ക് ചെയ്യാം. അതിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തിലേക്ക് വരിക? വീഡിയോയിലേക്ക് വന്നാൽ മതി. വെറുതെ വീഡിയോ കണ്ട് സമയവും നെറ്റും ഒന്നും കളയണ്ട. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും